ഈ ചേനക്കാർ എന്തുണ്ടാക്കാൻ ഡ്യൂപ്ലിക്കേറ്റാ? ഇത് മാത്രം ഒട്ടില്ലായി പോയില്ല ദൈവമേ. ദവാല്ലേ? ദേവാലില്ല. പിന്നെ എന്നിട്ടുള്ളേ ഇവിടെ ഉള്ളതേ ഉള്ളൂ. എന്നുള്ളതുണ്ടാ? വേഗം കേട്ടാ, വെറുതെ പോലീസ് അല്ല എക്സസൈസ്. ഗുഡ് മോർണിംഗ് സാർ. കണക്കെടുക്കാൻ വന്നില്ല. ഇത് കണക്ക് കണക്കി വെച്ചോ. കുണി വരികയാണോ സാറേ? ഇങ്ങനെ പിടിച്ചോ, ഇങ്ങോട്ടോ. സാർ ഞാൻ എക്സ് ആർമിമാനാണ് സാർ. എന്നിട്ടാണോ നായിന്റെ മോനെ ബ്ലാക്കി മദ്യം വെക്കുന്നത്? എനിക്ക് വേണ്ടത് നിന്റെയൊക്കെ തലയാ. എവിടെടാ നിന്റെ മുതലാളി? അറിയില്ല സാർ. അവൻ എവിടെ പോയാലും അവന്റെ മൂക്കിലടിച്ച് പൊളിച്ചിരിക്കും. സതീശ കൂട്ടിത്തിരി. ഐ ആം വെരി അഗ്രസീവ് ഓഫീസർ. അറിയാം സാർ. എന്തുട്ട് തേങ്ങ ഗോഡ്സ നീ പറയണത്? ഇമാതിരി തെണ്ടിത്തരൊക്കെ ചെയ്തിട്ട് കൊറോണ കാലത്ത് പള്ളി തുറപ്പിച്ച് കുമ്പസരിച്ച പാവം തീരുന്നതിനോട് ആരാ പറഞ്ഞത്? അല്ലച്ചോ, ബൈബിളിലൊക്കെ പാപം ചെയ്തിട്ട് കുമ്പസാരിച്ചാൽ മതി എന്നല്ലേ പറയണേ? അതൊരുമാതിരിപ്പെട്ട പാപൊക്കെ. ഇതെന്തുട്ട് പാപൊക്കെ നീ ചെയ്തു വെച്ചിക്കണ്? നീ ഒരു മഹാപാപിയായി തീർന്നല്ലോ. ഡാ ഞാനൊന്ന് ചോദിക്കട്ടെ, എന്താ നിന്റെ പേര്? ഗോഡ്സൺ. അതിന്റെ അർത്ഥം എന്താ? ദൈവപുത്രൻ അല്ലേ? ആ, ദൈവപുത്രൻ. എന്നിട്ടാണോ ഇമാതിരി തെണ്ടിത്തരൊക്കെ ചെയ്യുന്നത്? അത് പിന്നെ നമ്മുടെ പണി അങ്ങനെയായി പോയില്ലച്ചോ. ഭയങ്കര കോമ്പറ്റീഷനാണ്. ഇമ്മാരി അൽക്കുലത്ത് പരിപാടി ഇല്ലാണ്ട് പിടിച്ചിക്കാൻ പറ്റില്ലെന്ന്. അല്ലെങ്കിൽ ആള് തവിടുകൂടി ഭസ്മായി പോന്ന്. അപ്പൊ നിനക്ക് എന്നെ ഒരു വിലയില്ല. അങ്ങനെ പറയരുതച്ചോ. ശരിയല്ലേ? അച്ഛൻ പറഞ്ഞിട്ടല്ലേ ഞാൻ മദ്യപാനം നിർത്തിയത്. ഈ വരുന്ന പള്ളി പെരുന്നാളിന് 5 വർഷം ഗോഡ്സൺ വെള്ളടി നിർത്തിയിട്ട്. 5 വർഷമായ? അപ്പൊ അച്ഛനെ ബഹുമാനില്ലാന്ന് മാത്രം പറയരുത്. പുണ്യാളെ പൊറക്കില്ലേ. ഇതിപ്പോ ആരത്? ആക്കോട്ടാ. ഇവന്റെ ഒരു കാര്യം. ആ ഫ്ലോ കുട്ടാ എന്നിട്ട് ചെയ്യാ. ഓരോന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആലോചിക്കണം. അത് ശരി. ഇതാ കുറച്ച് പഠിപ്പ് കൂടിപ്പോയുള്ള കുഴപ്പം. ഇതെന്തുറ്റടാ കുട്ടുണ്ടായേ? എന്റെ ഗോഡ്സംബായ്, ക്ലാഡു കാലത്തൊട്ട് കുപ്പി വേണമെന്ന് പറഞ്ഞു വൻ സീന്. കുപ്പി വാങ്ങാൻ വേണ്ടി ബാറിൽ പോയി ഈ ദുർബലിനെ എക്സസൈസ് പൊട്ടിക്കുകയും ചെയ്ത് ബാറും പൊട്ടിച്ച്. അങ്ങനെ വൈകുന്നേരം വരെ നോക്കിയിട്ട് കുപ്പി ഒന്നും കിട്ടിയില്ല. അവസാനം നമ്മുടെ കാട്ടാൻതൊട്ടുള്ള ഷാജിയില്ലേ? ഏത് ഷാജി? നമ്മുടെ പട്ടാളത്തിലുള്ള. അവന്റെ കയ്യിൽ ഒരു കുപ്പി ഉണ്ടെന്നും കേട്ട് അതും വാങ്ങി ഞാനിവിടെ എത്തുമ്പോഴേക്കും സാനിറ്റൈസറിൽ ആൽക്കഹോൾ ഉണ്ടെന്നും പറഞ്ഞ് ഈ ദുർബലിന്റെ വാക്കും കേട്ട് ഗ്ലാഡ് ഒരു കുപ്പി സാനിറ്റൈസർ എടുത്തായിട്ട് കുടിച്ചു. സാനിറ്റൈസറാ? ഗോഡ്സൺ ഭായ്, എൻ്റെ ഒരു ജനറൽ നോളജ് അനുസരിച്ച് സാനിറ്റൈസറിൽ ആൽക്കോഹോൾ ഇൻവോൾവ് ആണെന്ന് പറഞ്ഞത് നേരാ. പക്ഷെ നമ്മുടെ ഗ്ലാഡ്സ് അതെടുത്ത് കുടിക്കുന്നു ഞാൻ മനസ്സിൽ പോലും വിചാരിക്കണല്ലോ. ഞാൻ നടക്കങ്ങട്. റെസ്പെക്ട്. അയ്യോ, അൺകോൺഷ്യസാ. വിളിക്കണ്ട, ഉടനെ അപ്പം മദ്യം ചോദിക്കും. അതിനിപ്പോ എന്താ കുഴപ്പം? കുട്ടമ്മ സാധനല്ലേ? ഏത് സാധനം? കാട്ടാന്തോട് ഷാജി ഉണ്ടെന്ന് മേടിച്ച സാധനല്ലടാ. അത് ടെൻഷൻ കൂടിപ്പോ ഞങ്ങൾ എല്ലാവരും കൂടി ഓരോന്ന് അടിച്ച് സാധനം തീർന്നു, തൊലിച്ചു. ഒരു കുപ്പി സ്കോച്ച് വാങ്ങിച്ചു തരാടാ. എങ്ങനെയെങ്കിലും ഒന്ന് ടയലാക്കി തടാ. സാബു, 1-2 കുപ്പിയല്ല, 30 കുപ്പി ദവാനാ മിസ്സിങ്. മനസ്സിലായ? അത് സ്റ്റോക്ക് കാണിച്ചില്ലെങ്കിൽ നിന്റെ പണി പോകൂട്ടാ. ഒരു പിടിയും കിട്ടുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒന്നും ചെയ്യാനില്ല. എടുത്തോണ്ട് പോയി കുടിക്കുമ്പോ ആലോചിക്കണേ ഇതൊക്കെ കണക്കുള്ള മദ്യാന്ന്. ഒരു കാര്യം ചെയ്യും, എത്രയും പെട്ടെന്ന് 30 കുപ്പി ദവാനൊപ്പിക്കാൻ നോക്ക്. അതുവരെ സാറിനെ എന്തേലും പറഞ്ഞ് ഞാൻ പിടിച്ചു നിർത്തിക്കൊള്ളാം. പക്ഷേ പെട്ടെന്ന് വേണോട്ടോ. ഗ്ലാഡ് ഉറങ്ങാ. ഹോസ്പിറ്റലിൽ നിന്ന് തലയൊക്കെ ഇടിച്ച് പൊളിച്ചതേ സഡേഷൻ കൊടുത്ത് കെടുത്തേക്കാ. ഇല്ല ഇപ്പൊ എഴുന്നേറ്റായി തന്നെ കുപ്പി ചോദിക്കും. എനിക്കാണെങ്കിൽ അത് ആലോചിച്ചിട്ട് എത്തും പിടിങ്ങിട്ടാ ഞാൻ. അയ്യോ ഗ്ലാഡ് മറ്റേ ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ, എന്താ അവസ്ഥ? ഹായ്, ആനകളി തുടങ്ങി. നേരത്തെ കുതിരകളി ഇറങ്ങുമ്പോഴേ തുമ്പിക്കൈപ്പൊ കണ്ടോ? ചേട്ടാ കുപ്പി കിട്ടിയാ? കിട്ടൂടാ. ചേട്ടായി സെറ്റ് ചെയ്യുന്നുണ്ട്. ചേട്ടാനെ പറ്റിക്കണല്ല, സത്യം പറ.
ഗ്ലാഡു കുറച്ച് നേരം കൂടി ഒന്ന് കിടന്നുറങ്ങടാ. ഇനിയും ഉറങ്ങണ ഇച്ചിരി നേരം കൂടി. അപ്പോഴേക്കും ചേട്ടാ ഒരു ഫുള്ളായിട്ട് വരും. നല്ല മല്ലേ ഇച്ചിരി നേരം. അടുത്ത കളി തുടങ്ങുന്ന മുമ്പ് കുപ്പി ഒപ്പിച്ചോട്ടെ പോയി. എന്റെ പൊന്നു കോട്സ, ഒരു ബാറിന്റെ മുതലാളി നോക്കണ്ട ആ കരിക്ക് സത്യ എന്റെ മൂക്കിന്റെ പാലടി ചേർത്ത്. ഒന്നില് ഞാൻ ഒരു അബ്കാരിയല്ലേ, ഇങ്ങനെ പട്ടീനെ തല്ലണ പോലെ എന്നെ തല്ലാൻ പാടണ്ട. അല്ല തോമസ്, നമുക്ക് ആ എസ്സേനൊന്നും ചെയ്യാൻ പറ്റില്ലേ? ഒരു സ്ഥലം മാറ്റം എന്തെങ്കിലും ഒന്നും നടക്കില്ല. ഇല്ലല്ലേ? ആഭ്യന്തരമന്ത്രിയുടെ ഭാര്യരെ എന്തോ അടുത്ത ബന്ധുണ് ഇയാള്. തൽക്കാലം ഞാൻ ഇവിടുന്ന് മാറിയാലോ എന്ന് ആലോചിക്കുക. ആ ബാർ ഓർന്നിട്ട് ഒരു ഫുള്ളെങ്കിലും എടുത്തായോ? അനിയൻ ചെക്കൻ അത്രക്ക് സീനാ. എന്റെ കോട്സ, ഇപ്പൊ എന്റെ മൂക്ക പോയിട്ടുള്ളോ, എന്റെ തലയും കൂടി കളയോ നീ? ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ട്, ഇനിയൊരു ചെറിയ നാരങ്ങ വെള്ളത്തിന്റെ പരിപാടി വരെ ഞാൻ ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് ചെയ്യില്ല. പേടിച്ചിട്ട കോട്സാ. കോട്സ് ചെല്ലു തൽക്കാലം. അടുത്ത കുറിച്ച് ആ ചെക്കനോട് ഞാൻ എന്ത് പറയണ്ട കർത്താവേ. നമസ്കാരം മുരളി. ആ, എനിക്ക് ഒരു 30 കുപ്പി ധവാൻ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചായിരുന്നു. 30 കുപ്പി ധവാൻ എന്തിന്? നമ്മൾ ഈ പിടിച്ചെടുക്കുന്ന മദ്യമൊക്കെ എൻ്റെ അണ്ടറിലാണെന്ന് മുതലാളിക്ക് അറിയാലോ. വല്ലപ്പോഴേക്ക് ചെറുങ്ങനെ ഓരോന്നോരോന്ന് അടിച്ച് ഇപ്പോൾ 30 കുപ്പി അങ്ങ് തീർന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ചെറിയ എസ്ഐക്ക് പെട്ടെന്ന് കണക്ക് സ്റ്റോക്കും കാണണമെന്ന്. 30 കുപ്പി സ്റ്റോക്കെ കാണിച്ചില്ലെങ്കിൽ എൻ്റെ ജോലി തിരക്കി മുതലാളി. നീ അല്ലാണ്ട് ഈ ധവാനൊക്കെ എടുത്ത് അടിക്കോ? നമുക്ക് ഈ സ്കോച്ചും വിസ്കിയും ഒന്നും പോകത്തില്ലെന്ന് മുതലാളിക്ക് അറിയത്തില്ലേ? ഇനിയിപ്പോൾ ഇതിനെന്താണ് ഒരു വഴിയെന്നൊന്ന് പറഞ്ഞാ? എന്റെ പൊന്ന് സാബു, ഈ ധവാൻ റം എന്ന് പറയുന്നത് ഒരുമാതിരി കൗട്ടകളുടെ ബ്രാൻഡാണ്. ഇത് ബാറിലും ബീവറേജിലും വന്ന് അപ്പം തന്നെ സ്റ്റോക്ക് അങ്ങോട്ട് തീരും. പോരാത്തിന് ലോക്ക്ഡൌണിന് 2 ആഴ്ച മുന്നേ ഡിസ്റ്റിലറിയിൽ ഒരു പ്രൊഡക്ഷൻ ഉണ്ടായിട്ടില്ല. കേരളത്തിലെ ബീവറേജിൽ തന്നെ ധവാൻ കാണാൻ സംശയ. അപ്പോഴാണ് നിന്റെ ഉപ്പ് കുപ്പി. അപ്പൊ മുതലാളി എൻ്റെ ജോലി മരുന്ന് കഴിക്കണടാ. ധവാനെ അല്ല മുതലാളി. നീനോ മരുന്ന് എവിടെ നോപ്പിക്കും? അച്ഛനും വല്യച്ഛനും അച്ചാച്ചനും ബാക്കി കിട്ടുമായിരിക്കും അല്ലേ? പിന്നെ എന്തായാലും കിട്ടും. നമുക്ക് തരാതെ പിന്നെ അവൻ ആർക്ക് കൊടുക്കാനാ? ആണേ. ആ പറയേ. രാവിനോ ഒരു കുപ്പി ഒന്നരാ 850 രൂപ വരാം. കൊടുക്കണില്ല. അവൻ കൊടുക്കുന്നില്ല. കൊടുക്കുന്നില്ലാണോ? നീ അവനൊന്നുകൂടെ വിളിച്ചേ. വിളിക്ക്. രാവിന് ഈ 520 മാട്ട സാധനത്തിന് 850 അത്ര കുറവൊന്നുമല്ല. പിന്നെ നീ ആയോണ്ട് ഞാൻ പറഞ്ഞൊരു 1000 ആക്കിണ്ട്. 2 കുപ്പി എടുത്തു നോക്കി. ഞാൻ കൊടുക്കില്ല. ഷോമിയോടെ വിനു ഇവന്മാര് പറയുന്ന കേട്ടെ, ഈ 850 ആയിരത്തിനൊന്നും കൊടുക്കാൻ നിൽക്കണ്ടേട്ടാ. നല്ല കാശ് കിട്ടണ സമയം. ഞാൻ ഒരു 1500 വെച്ച് 3 കുപ്പി അങ്ങോട്ട് എടുക്കാം. കൊടുക്കില്ല. എന്താ കൊടുക്കാത്ത? ഞാൻ എപ്പോഴും വീട്ടിൽ പോയെന്ന് പറഞ്ഞാൽ എടാ ബിനുവോ, ഇത് പാപ്പനാടാ. കയ്യും കാലും മറിച്ചിട്ട് പഞ്ചാരിയും പരിപ്പൊന്നും കൊടുത്ത് കൊടുക്കാൻ പറ്റണില്ലടാ. നിന്റെ അച്ഛനെ പോലെ കരുതിയിട്ട് പാപ്പന് 1 ലിറ്റർ താടാ. 2000 രൂപ തരാടാ പാപ്പൻ. കൊടുക്കണില്ല എന്ന് മാത്രം പറയരുതടാ. കൊടുക്കില്ല. പാട്ടി വേണ്ട, ഞാനടി നിർത്തി. പൊന്നുമലാണ് ഓരോ തുള്ളിക്കൊപ്പം കാശ്. അവിടെ ഇരിക്കട്ടെ. കൊടുക്കില്ല. രാജ്യമെമ്പാടും സമ്പൂർണ്ണ ലോക്ക്ഡൌൺ 5ാം ദിവസത്തിലേക്ക്. രാജ്യത്താകെ മദ്യം കിട്ടാതെ ആത്മഹത്യ ചെയ്തവരുടെ എണ്ണം 30 കടന്നു.